അങ്ങനെ കട്ടക്കലിപ്പുള്ള അനീഷിനെയും ഷാനവാഫിനെയും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. നാളെ നോമിനേഷൻ നടക്കുകയാണ്. നോമിനേഷനകത്ത് ഈ ആഴ്ച പുറത്തു പോകാൻ അർഹതപ്പെട്ട മത്സരാർത്ഥികൾ ആരാണ് എന്നുള്ളത് തീരുമാനിക്കുന്ന നോമിനേഷൻ തന്നെയാണ് നാളെ നടക്കുന്നത്. അനീഷൊക്കെ വെട്ടിത്തുറന്ന് ഏത് കാര്യവും പറയും. അനീഷിനെ സംബന്ധിച്ച് ഓപ്പൺ നോമിനേഷൻ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അല്ലേ. ആരുടെ മുഖത്ത് നോക്കി എന്തും വെട്ടിത്തുറന്ന് പറയാൻ ഇവിടെ ഈ അനീഷിനുള്ള ധൈര്യം മറ്റു മത്സരാർത്ഥികൾക്കില്ല. മറ്റുള്ളവർ എന്ത് തോന്നും എന്ന് വിചാരിക്കും. പക്ഷേ അനീഷ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള മത്സരാർത്ഥികൾക്കൊക്കെ ഒരു അതിർത്തി തോന്നും. അനീഷിൻ്റെ സ്വഭാവം അങ്ങനെയാണെന്നുള്ളത് പല മത്സരാർത്ഥികൾക്കും അറിയാം. അതുപോലെ ഷാനവാഫ് ഇടയ്ക്ക് പറയുന്നുണ്ട് വുമൺ കാർഡ് ഇറക്കണ്ട എന്ന് പറയുന്നുണ്ട്. അത് ബെന്നിയും ലക്ഷ്മിയൊക്കെ ഉദ്ദേശിച്ച് തന്നെ ആകാം. അതുപോലെ അനുമോൾ ഇപ്രാവശ്യം നോമിനേഷൻ വരാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം അനുമോൾ നോമിനേഷൻ ഉണ്ടായിരുന്നു. ബെന്നിയും ലക്ഷ്മിയും പിന്നെ നെവിനും ഫാബുമോനും ഒക്കെ നോമിനേഷന് വരാനുള്ള സാധ്യതയുണ്ട്. ആദില ഈ പ്രാവശ്യം രക്ഷപ്പെടും, കാരണം ക്യാപ്റ്റനാണ്. നോറയും ഈ പ്രാവശ്യം നോമിനേഷനിൽ വരാനുള്ള സാധ്യത വളരെ കുറവായുള്ളൊരു വ്യക്തിയാണ്. പിന്നെ നെവിന്, ആര്യന്, അക്ബർ ഇവരൊക്കെ തന്നെ നോമിനേഷന് വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഷാനവാഫും അനീഷൊന്നും നോമിനേഷന് വന്നില്ലെങ്കിലും ഈ പ്രാവശ്യം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തു തന്നെ ആയാലും സ്ട്രോങ് ആയിട്ട് മത്സരാർത്ഥികൾ പോകാതെ സേഫായിട്ട് കളിക്കുന്ന, ഒന്നും ചെയ്യാതെ അവിടെ ഇപ്പോഴും നിൽക്കുന്ന പല മത്സരാർത്ഥികളുമുണ്ട്. അവരിനാരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഗെയിം അല്പം കൂടെ ഒന്ന് സ്ട്രോങ് ആകും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഓപ്പൺ നോമിനേഷൻ എങ്ങനെയാകും എന്നറിയാൻ വേണ്ടി.